മലപ്പുറം കോട്ടക്കൽ നഗരസഭയിലെ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ നടപടികളിലേക്ക് കടന്ന് നഗരസഭ. അനർഹരെന്ന് 2021 ധനവകുപ്പ് കണ്ടെത്തിയ 63 പേരെ നേരിൽ കണ്ട് പരിശോധിക്കാൻ നഗരസഭാ സെക്രട്ടറിക്ക് ചെയർപേഴ്സൺ കത്ത് നൽകി. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ ചേരുന്നുണ്ട്. ശാന്തൻ, വലിയ സമ്പന്നമായ സാഹചര്യത്തിൽ ജീവിക്കുന്നവർ പോലും ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ അടിച്ചുമാറ്റുന്നു എന്നുള്ള വിവരമായിരുന്നു പുറത്തു വന്നത്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? എങ്ങനെയാണ് ഇപ്പോൾ കോട്ടക്കൽ നഗരസഭ ഈ വിഷയത്തിൽ ഒരു നടപടി സ്വീകരിക്കുക? കോട്ടക്കൽ നഗരസഭയിൽ വ്യാപകമായി അനർഹർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അതിലേറ്റവും കൂടുതൽ 7ാം വാർഡിലാണ്. 7ാം വാർഡ് നായാടിപ്പാറ എന്ന വാർഡിലാണ് ഈ ഇത്തരം ക്ഷേമ പെൻഷനുകൾ കൂടുതൽ അനർഹർ വാങ്ങുന്നതെന്ന് തന്നെയാണ് ധനവകുപ്പും കണ്ടെത്തിയിരിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ വിശദമായ അന്വേഷണത്തിന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ധനവകുപ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ പുറത്തു പറഞ്ഞു വന്നതിന് ശേഷം കോട്ടക്കൽ നഗരസഭയും ശക്തമായ നടപടിയിലേക്ക് നീങ്ങുകയാണ്. ഇക്കാര്യത്തെക്കുറിച്ച് ഇന്നലെ തന്നെ നഗരസഭ ചെയർപേഴ്സൺ സൂചിപ്പിച്ചപ്പോൾ അത്തരം അനർഹരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടെത്തുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ 63 പേരെ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ 63 പേരിൽ 18 പേരെ നേരത്തെ നഗരസഭ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ കൂടുതൽ പേരെ ഇനിയും അനർഹർ തന്നെയാണോ എന്ന് വിശദമായി പരിശോധിക്കാൻ ഓരോരുത്തരെയും പോയി ഓരോ വീടുകളിലും പോയി പരിശോധന നടത്താനാണ് ഇപ്പോൾ നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് 7ാം വാർഡിൽ മാത്രമാണ് എന്നതാണ് ശ്രദ്ധേയം. 7ാം വാർഡിൽ മാത്രം 63ഓളം പേർ അനർഹർ ഉണ്ട് എന്ന് നഗരസഭ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നഗരസഭ നേരിട്ട് പരിശോധിക്കാൻ ഒരുങ്ങുന്നത്. അതിനുവേണ്ടിയാണ് നഗരസഭാ ചെയർപേഴ്സൺ സെക്രട്ടറിക്ക് തന്നെ കത്ത് നൽകിയിരിക്കുന്നത്. വിശദമായി വേഗത്തിൽ പരിശോധന നടത്തണമെന്ന് തന്നെയാണ് പറയുന്നത്. ഇതിനകത്ത് രാഷ്ട്രീയമായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. മുസ്ലിം ലീഗ് ഭരിക്കുന്ന അല്ലെങ്കിൽ UDF ഭരിക്കുന്ന നഗരസഭയ്ക്കെതിരെ മനഃപൂർവ്വമാണ് ഇത്തരത്തിൽ ഈ നഗരസഭയിൽ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്നത് എന്നുള്ള ആക്ഷേപം വരുന്നതെന്ന് നഗരസഭയും UDF-ഉം ലീഗും പറയുമ്പോൾ BJP ആണ് 7ാം വാർഡിലെ കൗൺസിലർ. BJP-യുടെ കൗൺസിലർക്ക് നേരെ CPM നേരത്തെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായി നേരിടാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്ന് BJP കൗൺസിലർ ഗോപിനാഥും ഇന്നലെ പറയുകയുണ്ടായി. അങ്ങനെ രാഷ്ട്രീയപരമായ ആക്ഷേപങ്ങളും അല്ലെങ്കിൽ ആ പ്രത്യാരോപണങ്ങൾ കൂടി ഈ ക്ഷേമ പെൻഷൻ വിഷയത്തിൽ ഉയരുന്നുണ്ടെങ്കിൽ കൂടി ഇതിലെ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ഇതിൽ പലതും അനർഹർ തന്നെയാണ് എന്ന് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ BMW കാറും എയർ കണ്ടീഷൻ വീടും 2000 സ്ക്വയർ ഫീറ്റിലധികം വിസ്തൃതിയുള്ള വീടും എല്ലാം ഉള്ളവർ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ഉൾപ്പെടുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നഗരസഭ ശക്തമായ നിലപാടിലേക്ക് പോകുന്നത്. ഇവ പരിശോധിക്കും. ഈ പരിശോധിക്കാൻ അനർഹർ ഉണ്ടെങ്കിൽ ഒരൊറ്റ വാർഡിലാണ് ഇത് സംഭവിച്ചത് എങ്കിൽ അവിടെ മസ്റ്ററിംഗിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടാവില്ലേ? മാത്രമല്ല ആ വാർഡിലെ മെമ്പർ അടക്കം ഈ കാര്യത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടാവില്ലേ? തീർച്ചയായും വാർഡ് അംഗങ്ങൾ അറിയാതെ ഒരു വാർഡിലും പ്രത്യേകിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം വാർഡ് അംഗങ്ങൾ അറിയാതെ ഒരു പെൻഷനും അംഗങ്ങളാവില്ല, അല്ലെങ്കിൽ പെൻഷൻ്റെ ഗുണഭോക്താവില്ല. അത്തരം ഈ തദ്ദേശ ഭരണ സ്ഥാപന അംഗങ്ങൾ തന്നെ ഇതിന് പുറകിലുണ്ട്. ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടും ഇതിന് സഹായവും ഇതിന് ലഭിച്ചിട്ടുണ്ടാവും. അതുതന്നെയാണ് വിശദമായി പരിശോധിക്കാൻ ഇപ്പോൾ വിജിലൻസും തയ്യാറെടുക്കുന്നത്. വിജിലൻസിന്റെ പരിശോധന കൂടി വരുമ്പോൾ ഇത് കൂടുതൽ നടപടിയിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. ഒരൊറ്റ വാർഡിൽ മാത്രമാണ്, കോട്ടക്കൽ നഗരസഭയിലെ 7ാം വാർഡിൽ മാത്രമാണ് ഇത്രയും അനർഹരെങ്കിൽ വിശദമായ പരിശോധന നഗരസഭയിൽ ആകെ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ പരിശോധന നടത്തുമ്പോൾ ഇവയ്ക്കെല്ലാം കൃത്യമായ മറുപടിയും വിവരവും ലഭിക്കുമെന്ന് തന്നെയാണ് സൂചന ലഭിക്കുന്നത്. ശാന്തകുമാറാണ് വിവരങ്ങൾ നൽകിയത്.